Hi students. So നമുക്ക് ഇന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ലാസ്റ്റ് മോഡ്യൂളിലുള്ള ടോപ്പിക്സ് നോക്കാം. So today's topics are synchronous counters and DACs. Last class we have discussed about asynchronous counters. അല്ലേ? നമ്മൾ asynchronous countersനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തായിരുന്നു asynchronous counters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Counters means what? It's a circuit used by cascading flip-flops. അല്ലേ? asynchronous എന്നുള്ള വേർഡ് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? ബിക്കോസ് അത് അറ്റ് എ ടൈം അല്ല അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത സർക്യൂട്ടിന്റെ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വൺ ബൈ വൺ ഈ ഒരു കണക്ഷൻ ആയിരിക്കും എന്ത് അസിൻക്രണസ് കൗണ്ടേഴ്സിന്റെ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിൻക്രണസ് കൗണ്ടേഴ്സ്. വാട്ട് ഈസ് മെൻ ബൈ സിൻക്രണസ് കൗണ്ടേഴ്സ്? Synchronous counters are so called because clock input of all the individual flip-flops within the counters are clocked together at the same time by the same clock signal. അതായത് സിൻക്രണസ് കൗണ്ടേഴ്സിൽ എന്താ പറയുന്നത്, ക്ലോക്ക് ഇൻപുട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും ക്ലോക്ക് ഇൻപുട്ട് ഒരേ സമയത്തായിരിക്കും കണക്ട് ചെയ്യാം. അതുകൊണ്ട് എന്താണ്, ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സും ആക്റ്റീവ് ആവും. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. In other words, change in the output occur in synchronization with the clock signal. അതായത് ഔട്ട്പുട്ട് ക്ലോക്കിനനുസരിച്ചിട്ട് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. The result of the synchronization is that all the individual output bits changing state at exactly same time in response to common clock signal with no ripple effect and therefore no propagation delay. അല്ല, ഒരു ഡിലേ ഇല്ലാതെ തന്നെ നമ്മൾ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരുമിച്ച് വർക്ക് ചെയ്യും. എല്ലാത്തിനും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും അറ്റ് സിംഗിൾ ടൈമിൽ തന്നെ. അതുകൊണ്ട് അതിൽ ഡിലേ വരുന്നില്ല, നോ റിപ്പിൾസ്. So this is a circuit diagram of 3-bit binary synchronous counter. ഒരു 3-bit സിൻക്രണസ് കൗണ്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കൗണ്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. 3 ബിറ്റ് ആണെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമാണ് അല്ലെ. അപ്പൊ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരയ്ക്കാം. JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തത്. J0 K0 ഫസ്റ്റ് വൺ, J1 K1, J2 K2. ഫസ്റ്റ് വൺ ഔട്ട്പുട്ട് Q0, സെക്കൻഡ് വൺ Q1 ആൻഡ് ദ ലാസ്റ്റ് വൺ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q2 ആയിരിക്കും. Then ഇത് സിൻക്രണസ് കൗണ്ടർ ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ക്ലോക്ക് സിഗ്നൽ കണക്റ്റഡ് കോമൺ ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെ. ഒരു ക്ലോക്ക് സിഗ്നൽ എടുത്തിട്ട് അതിൽ നിന്ന് ഇതിന്റെ ക്ലോക്കിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇതിലേക്കും കൊടുക്കുക. എഡ്ജ് ട്രിഗേർഡ് ആണ്. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇവിടെ ബബിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് പറയാം. ഇവിടെ ഈ ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കുന്നത് എഡ്ജ് ട്രിഗറിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ എവിടെയാണ് ഡിഫറൻസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു അസിൻക്രണസ് കൗണ്ടേഴ്സ്? ഇതിൽ ഇൻപുട്സിലാണ് ഡിഫറൻസ് വരുന്നത്. നമുക്കറിയാം അസിൻക്രണസ് കൗണ്ടേഴ്സിൽ നമ്മൾ ഹൈ ഇൻപുട്ട് കോമൺ ടു ഓൾ ഇൻപുട്സ് ആയിരുന്നു അല്ലെ. ഒരു ഹൈ ഇൻപുട്ട് എടുത്തിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും ഇൻപുട്ടിന് കോമൺ ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ ഇൻപുട്ടിന്റെ ഡിസൈൻ ഡിഫറെന്റ് ആണ്. അത് ശരിക്കും ഡിസൈൻ ചെയ്തിട്ട് കെ മാപ്പ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് ഡിസൈനിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് J0 = K0 = 1 ആണ്. സോ അത് ഡയറക്റ്റ് ഹൈ സിഗ്നൽ എടുത്തിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ അതായത് J1 = K1 സെയിം വാല്യൂ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് ആണ് Q0. സോ ഡയറക്റ്റ് ആയിട്ട് Q0 ഇതിലേക്ക് കണക്ട് ചെയ്യാം. അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് K1ലേക്കും കണക്ട് ചെയ്യാം. Then തേർഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് J2 K2 ആണ്. അത് സെയിം ആയിരിക്കും. അതിലേക്ക് വരുന്ന ഇൻപുട്ട് ഡിസൈൻ ചെയ്തിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രീവിയസ് 2 ഔട്ട്പുട്ട്സ്. അതായത് Q0 Q1 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൂടെ പാസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഇതിന്റെ രണ്ടിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിസൈൻ ചെയ്തിട്ട് കെ മാപ്പ് വെച്ചിട്ട് അതായത് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ട് ഒരു ഡിസൈൻ മെത്തഡോളജി ഉണ്ട്. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. Then the final output is Q2. So this is a circuit diagram of up counter. അപ്പൊ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ക്ലോക്ക് സിഗ്നൽ പ്ലോട്ട് ചെയ്യാം. ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണ്, ഒരു ഹൈ ഒരു ലോ, ദെൻ ഹൈ ലോ അങ്ങനെ വരക്കാം. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ എല്ലാത്തിന്റെയും പോസിറ്റീവ് എഡ്ജിൽ എറോ മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത് ടോട്ടലി 8 സിഗ്നൽസ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 8 എറോ മാർക്സ് പ്ലോട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, Q0 ആണ്. ഓക്കെ, അപ്പൊ Q0 Q1 Q2 ഇനീഷ്യലി 0 ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഇനീഷ്യലി 0 പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, J0ലേക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ വരയ്ക്കേണ്ടത്? J0ല് എന്താണ് ഹൈ സിഗ്നൽ കൊടുത്തു. അപ്പൊ എന്താണ് ഇവിടെ 0 ആണ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പൊ ക്ലോക്ക് സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്ത ഉടനെ എന്ത് സംഭവിക്കും, J0 K0 1 ആണ്. സോ ടോഗ്ലിംഗ് നടക്കും ഇവിടെ.
അപ്പോൾ Q0 previously 0 ആയത് ഇപ്പോഴെന്തായി മാറി 1 ആയിട്ട് മാറി. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് തന്നെ Q0 1ലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഈ ക്ലോക്ക് സിഗ്നൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്തും, എല്ലാം ആക്റ്റീവ് ആണ്. ബട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതിന്റെ ഇൻപുട്ട് ഇവിടത്തേക്ക് കൂടെ എത്തണം അല്ലേ. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് എന്താണ്, 0 ആയിരുന്നത് 1 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ആ 1 ആയിരിക്കും ഈ J1ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടിലും J1ലും K1ലും 1 വന്നിരിക്കുകയാണ്. ഇനി ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലോക്ക് പൾസ് ആക്ടിവേറ്റ് ആവണം. സോ ഓൺ ദ സെക്കൻഡ് ക്ലോക്ക് പൾസിൽ ഇവിടെ ക്ലോക്ക് പൾസ് എത്തി, ഈ രണ്ട് ഇൻപുട്ടും 1 ആയി. സോ പ്രീവിയസ്ലി ഇവിടെ കിടന്നിരുന്ന 0 ടോഗിൾ ആയിട്ട് എന്തായി മാറും, 1 ആയിട്ട് മാറും. കണ്ടോ, അതാണ് Q1 ചേഞ്ച് ചെയ്യുന്നത് സെക്കൻഡ് ക്ലോക്ക് പൾസിൽ വെച്ചിട്ടാണ്. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ Q1 1 ആയിട്ട് മാറി. ഓക്കെ, അൺടിൽ ഫോർത്ത് ക്ലോക്ക് പൾസ് വരെ അത് 1 ആയിരിക്കും. കാരണം Q0 ഇവിടെ വെച്ചിട്ട് വീണ്ടും ടോഗിൾ ആവുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിഞ്ഞു, ഫസ്റ്റ് ക്ലോക്ക് പൾസ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. സെക്കൻഡ് ക്ലോക്ക് പൾസ് അല്ലെ, സെക്കൻഡ് ക്ലോക്ക് പൾസിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 നിന്ന് 1ലേക്ക് മൂവ് ചെയ്തു. അതേപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് 0 നിന്ന് 1 ആയി കിടക്കുമായിരുന്നു. 1 എന്തായി മാറി, 0 ആയി മാറി. കണ്ടോ, സെക്കൻഡിൽ Q0 അഗെയിൻ ബാക്ക് ടു 0, ബട്ട് Q1 ഗോസ് ടു 1. ഇനി തേർഡ് ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, Q0 വീണ്ടും ചേഞ്ച് ആവും. ഓക്കെ, Q0 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവാനുള്ള കാരണം എന്താണ്, Q0ന്റെ ഇൻപുട്ട് ഓൾവേസ് ഹൈ ആണ്. സോ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഈച്ച് ക്ലോക്ക് പൾസ് Q0 ടോഗിൾസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ചേഞ്ച് ആയി, സെക്കൻഡിൽ വീണ്ടും 0ലേക്ക് പോയി, തേർഡിൽ 1, ഫോറിൽ 1, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ Q1ന്റെ സ്റ്റേറ്റ് ഇവിടെ വെച്ചിട്ട് ചേഞ്ച് ആയി. കാരണം എന്തായിരുന്നു, Q0 1 വന്നു അല്ലെ, ഈ 1ഉം ഈ ക്ലോക്കും കൂടെ ആയപ്പോഴേക്ക് ഇത് ഹൈ ആയി മാറി. വീണ്ടും ഇത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് ഹൈ വന്ന കേസും ക്ലോക്ക് പൾസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് 1ൽ നിന്നും 0ലേക്ക് മൂവ് ആയി അപ് ടു നെക്സ്റ്റ് 1 കേസ് അല്ലെ. Q0 1 ആവണം, ക്ലോക്ക് പൾസും വരണം. ആ രണ്ട് കേസിലാണ് ഔട്ട്പുട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ എപ്പോഴാണ് J2 K2 ഹൈ വരുന്നത്, Q0 into Q1, അതായത് Q0 Q1 ഒരുമിച്ച് 1 ആവുന്ന സമയത്തായിരിക്കും J2 K2 ഹൈ ആവുന്നത് അല്ലെ. ഇവിടെയും 1 വന്നു, ഇവിടെയും 1 വന്നപ്പോഴാണ് ഇതിന്റെ പ്രോഡക്റ്റ് ഹൈ ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് എപ്പോഴാണ് വരുന്നത് നോക്കൂ, ഇതുണ്ടോ, ഇവിടെയാണ് Q1 ഇവിടെ ഹൈ ആണ്, ഈ ഒരു ഡ്യൂറേഷനിൽ Q0 ഹൈ ആണ്. അപ്പൊ രണ്ടും ഹൈ ആയി വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഈ സമയത്ത് അടുത്ത ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും. കേട്ടോ, അതുവരെ 0 ആയി കിടന്നിരുന്ന Q2 ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോർത്ത് ക്ലോക്ക് പൾസ് ആൻഡ് എന്താണ് Q0 equal to Q1 equal to 1. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ മൊമെന്റിൽ വെച്ചിട്ട് Q2 ഹൈയിലേക്ക് പോകും. Okay, this is the working of 3-bit synchronous up counter. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന്റെ പാറ്റേൺ എഴുതി നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ ആ ഒരു ഓപ്പറേഷൻ നടന്നത് മനസ്സിലാക്കണ്ടോ. ഇവിടെ നോക്കിയേ, എന്താണ് കണ്ടീഷൻ, ഫസ്റ്റ് കേസിൽ 3ഉം 0 ആണ്. 000 മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു ബൈനറി നമ്പർ, ഡെസിമൽ നമ്പർ 0. നെക്സ്റ്റ് എന്താണ് 001, സോ ഈക്വൽ ടു നമ്പർ 1. 010, ദാറ്റ് മീൻസ് നമ്പർ 2. 011, 3 ആയി. ഇവിടെയാണെങ്കിലോ Q2 1 ആണ്, Q1 0 ആണ്, Q0 0 ആണ്. സോ 100, 4 എന്ന് പറയുന്ന നമ്പർ ആയി. ഇവിടെയാണെങ്കിൽ 101 ആണ്, സോ 5. അതിങ്ങനെ അപ് ടു എല്ലാ ഔട്ട്പുട്ടും 1 ആവുന്നത് വരെ 111, ദാറ്റ് മീൻസ് 7. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഡൗൺ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ. ക്ലോക്ക് ഒക്കെ സെയിം ആണ്. ഇവിടെ J0 K0 ഹൈ തന്നെയാണ്, ബട്ട് ഇതിലെ രണ്ടിലേക്കും കൊടുക്കുന്ന ഇൻപുട്ടിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അത് ഇവിടുന്ന് Q0 ഡയറക്റ്റ് ആണ് കൊടുത്തിരുന്നത്. അതിന് പകരം ഡൗൺ കൗണ്ടറിൽ നിങ്ങൾ Q0 ബാർ എടുത്തിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യാം, K1ലേക്ക്. അത് തന്നെ J1ലേക്കും കൊടുക്കാം. ദെൻ J2 K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0 ബാർ ഇൻറ്റു Q1 ബാർ. ഇവിടെ എടുത്തതിന് നേരെ ഓപ്പോസിറ്റ്, Q0 ബാർ ഇൻറ്റു Q1 ബാർ ആൻഡ് ചെയ്തിട്ടായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, J2 K2ലേക്ക് കൊടുക്കേണ്ടത്. അതാണ് ഡൗൺ കൗണ്ടറിന്റെ വർക്കിംഗ്. ഓക്കെ, ബാക്കിയൊക്കെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. ഇനി നമുക്ക് അപ്പ് ഡൗൺ കൗണ്ടർ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രം ഓഫ് 3-bit അപ്പ് ഡൗൺ സിങ്ക്രണസ് കൗണ്ടർ. ഓക്കെ, അപ്പ് ഡൗൺ കൗണ്ടറിൽ എന്താണ് സംഭവിക്കുന്നത്, ആദ്യം നമ്മൾ ക്ലോക്ക് പൾസ് ഒക്കെ വരയ്ക്കാം. ഇവിടെ ഒരു കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്യണം. അപ്പ് ബാർ ഡൗൺ എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നൽ, അപ്പ് ബാർ ഡൗൺ ബാർ. ഓക്കെ, 1 ആണെങ്കിൽ അപ്പ് ഓപ്പറേഷൻ നടക്കണം, ഡൗൺ ആണെങ്കിൽ 0 ആണെങ്കിൽ ഡൗൺ ഓപ്പറേഷൻ നടക്കണം. അപ്പൊ നമ്മളിവിടെ ഒരു ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്യണം. കാരണം എന്താണ്, അപ്പ് സർക്യൂട്ട് ആണെങ്കിൽ ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് വേറെ പാറ്റേൺ ആയിരിക്കും, ഡൗൺ സർക്യൂട്ട് ആണെങ്കിൽ ഇൻപുട്ട് വേറെ പാറ്റേൺ ആയിരിക്കും. നമ്മളിവിടെ ഒരു കൺട്രോൾ സർക്യൂട്ടറി യൂസ് ചെയ്യണം. ആ കൺട്രോൾ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ സിഗ്നൽ ആയിരിക്കണം. ഇപ്പൊ 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് അപ്പ് ബാർ ഡൗൺ എന്ന് എന്താണ്, ഇതിലേക്ക് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് എത്തണം. ഇവിടെ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കണം.
എന്ന് ആൻഡ് ഗേറ്റിന് ഒരു ഇൻപുട്ടായിട്ട് ക്യു എ സെലക്ട് ചെയ്യുക, ഒരു ഇൻപുട്ടായിട്ട് ഇതിന്റെ ഇൻപുട്ടായിട്ട് ക്യു എ ബാർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഓർ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഓർ ഗേറ്റിലേക്ക് അറ്റ് എ ടൈം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കണക്ഷനേ വരും. ഒന്നിക്കൽ അപ്പ് ഓപ്പറേഷന്റെ സിഗ്നൽ വരും, അല്ലെങ്കിൽ ഡൗൺ ഓപ്പറേഷന്റെ സിഗ്നൽ വരും. അപ്പ് ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗേറ്റിലേക്ക് ഹൈ വന്നു. ദെൻ ഇവിടെ ക്യു എ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യു എയും ഈ വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായിരിക്കും ഓർ ഗേറ്റിലേക്ക് കൂടെ എത്തുക. സോ ഇറ്റ് ഇസ് സെയിം ആസ് അപ്പ് കൗണ്ടർ. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ നമ്മൾ ഇവിടെ 0 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ് ആയി പോകും. 0ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 1. 0ന്റെ ഓപ്പോസിറ്റ് 1 എവിടെ എത്തും? ക്യു എ ബാറും 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യു എ ബാർ ആയിരിക്കും ഇവിടെ ഇൻപുട്ടിലേക്ക് എത്തുക. ഓക്കെ, അപ്പം അപ്പ് ഓപ്പറേഷൻ ആണോ ഡൗൺ ഓപ്പറേഷൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ കൺട്രോൾ സിഗ്നൽ ആണ്. ഈ കൺട്രോൾ സിഗ്നലിൽ ഒന്നിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ഒന്നിനെ ഇൻവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അറ്റ് എ ടൈം ഇതിൽ ഏതെങ്കിലും ഒരു പാത്ത് മാത്രമേ അറ്റ് എ ടൈം ആക്ടിവേറ്റ് ആവും. ദെൻ അടുത്ത സിഗ്നലിലേക്ക് നമുക്കറിയാം എന്താണ്? പ്രീവിയസ് രണ്ട് ഇൻപുട്ടിനെയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കേണ്ടത് അല്ലെ? ക്യു എയും ക്യു ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായിരിക്കണം. ഉണ്ടോ? ക്യു എ ഇവിടുന്ന് വന്നു, ഉണ്ടോ? ക്യു എ ഇവിടെ വന്നു, ക്യു ബി ഇവിടെ വന്നു. ക്യു എ ക്യു ബിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ എത്തുക. ഇവിടെയാണെങ്കിലോ ക്യു എ ബാർ ക്യു ബി ബാറിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ എത്തുന്നത്. അപ്പൊ അപ്പ് ബാർ ഡൗൺ കൗണ്ടറിന് വർക്കിംഗ് അനുസരിച്ചിട്ട് മാത്രമേ ഈ ഗേറ്റും ആക്ടിവേറ്റ് ആവുന്നുള്ളൂ. അപ്പ് സിഗ്നൽ ഓക്കെ ആണെങ്കിലായിരിക്കും ഈ ഗേറ്റിൽ ഇവിടെ സിഗ്നൽ എത്തുക. ഡൗൺ സിഗ്നൽ ആണ് ഓക്കെ ആണെങ്കിലാണ് ഇവിടെ സിഗ്നൽ എത്തുക. ഓർ ഗേറ്റ് വെച്ചിട്ട് അതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് എ വർക്കിംഗ് ഓഫ് 3-bit അപ്പ് ആർ ഡൗൺ സിഗ്നൽസ് കൗണ്ടർ. ഇനി നമുക്ക് ഇതിന്റെ ക്ലോക്ക് പൾസ് നോക്കാം. ഇതിൽ നമ്മൾ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഈ റെഡ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പ് ആർ ഡൗൺ സിഗ്നൽ ആണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഹൈ അപ്ലൈ ചെയ്തു. ഇവിടെ ഹൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ഓപ്പറേഷൻ ആണ് നടക്കേണ്ടത് അല്ലെ? കണ്ടോ, ഇവിടെ ഹൈ സിഗ്നൽ അപ് ടു 4 ക്ലോക്ക് പൾസ് വരെ ഹൈ സിഗ്നൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പൊ അതുവരെ എന്ത് സംഭവിക്കും? ഓൺ ഈച്ച് ക്ലോക്ക് പൾസ് അല്ലെ, ക്യു എ ഫസ്റ്റ് ക്യു എ ഹൈ ആയി, ക്യു എ ഓരോ ക്ലോക്ക് പൾസിനും എന്തായി മാറും? 1010 ആയിട്ട് ടോഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ക്യു എപ്പോഴാണോ ഹൈ ആവുന്നത് ആ സമയത്തായിരിക്കും ക്യു ബി ടോഗിൾ ചെയ്യുക. ഓക്കെ, ക്യു എ വീണ്ടും ഇവിടെ ഹൈ വന്നപ്പോൾ ഇവിടെ വീണ്ടും ടോഗിളായി. അത് ഈ ഒരു കേസിലാണ് ഈ ഒരു റെഡ് ലൈൻ ഇൻഡിക്കേഷൻ വരച്ചിരിക്കുന്ന ഈ ഇത്രയും ഡ്യൂറേഷനിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ക്യു ബി എപ്പോഴാണോ ഹൈ ആവുന്നത് അതിനുശേഷം ആയിരിക്കും ക്യു സി ഹൈ ആവുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ 4th ക്ലോക്ക് പൾസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 0 ആക്കി. അപ്പ് ആർ ഡൗൺ കൗണ്ട് ഓപ്പറേഷൻ 0 ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഡൗൺ ഓപ്പറേഷൻ ആണ് നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൗണ്ട് നേരെ റിവേഴ്സിലേക്ക് പോകും. റിവേഴ്സിലേക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഈച്ച് ക്ലോക്ക് പൾസിൽ വെച്ചിട്ട് ഓരോ ക്ലോക്ക് പൾസ് വെച്ചിട്ട് ക്യു എ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ക്യു ബി എപ്പോഴാണ് മാറുക? ക്യു എ ബാറിൽ വെച്ചിട്ടായിരിക്കണം ക്യു ബി ചേഞ്ച് ആണ്. നേരത്തെ ഇവിടെ ക്യു എ 1 വന്നപ്പോഴാണ് ക്യു ബി ചേഞ്ച് ചെയ്തത്. ഇവിടെയാണെങ്കിൽ ക്യു എ 0 വരുമ്പോഴായിരിക്കും ക്യു ബി ചേഞ്ച് ആവേണ്ടത്. അതുപോലെ തന്നെ ക്യു ബി 0 അതിന് ശേഷമായിരിക്കണം ക്യു സി ചേഞ്ച് ആവേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഓരോ ക്ലോക്ക് പൾസിലും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതെപ്പോഴാണോ 1 ആവുന്നത് അപ്പോഴായിരിക്കും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവുന്നത്. രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പും അറ്റ് എ ടൈം എപ്പോഴാണോ 1 ആവുന്നത് അപ്പോഴായിരിക്കും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവുന്നത്. ഇത് അപ്പ് കൗണ്ടിങ്ങിന്റെ കേസിൽ. ഡൗൺ കൗണ്ടിങ്ങിന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓരോ ക്ലോക്ക് പൾസിലും ചേഞ്ച് ആവും. കാരണം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഓൾവേസ് ഹൈ ആണ്, അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും. ദെൻ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണോ 0 വരുന്നത്, കാരണം നമ്മളിവിടെ ക്യു എ ബാർ ആണ് ഡൗൺ കൗണ്ടിങ്ങിൽ എടുക്കുന്നത്, എപ്പോഴാണോ 0 വരുന്നത് അപ്പോഴായിരിക്കും ഈ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് ആവുന്നത്. കണ്ടോ, ഇത് ഡൗൺ കൗണ്ടിങ് ഓപ്പറേഷൻ ആണ്. എപ്പോഴാണോ ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ക്യു എയുടെ ഔട്ട്പുട്ട് എന്താ നോക്കേ, ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണോ 0 വന്നിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇത് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സിഗ്നലിലും അറ്റ് എ ടൈം എപ്പോഴാണ് ലോ വരുന്നത്? കണ്ടോ, ഇവിടെ ക്യു എ ലോ വന്നു, ക്യു ബി ലോ വന്നു. രണ്ട് സിഗ്നൽ അറ്റ് എ ടൈം ലോ ആകുമ്പോഴായിരിക്കും ഇത് ഹൈയിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ അപ്പ് ഡൗൺ കൗണ്ടർ ഇവിടെ ഹൈ ആക്കി. അതിനുശേഷം ഇതേ പ്രോസസ് ആയിരിക്കും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൗണ്ട് ഇങ്ങനെ എഴുതി നോക്കിയാൽ കാണാം, ഇത് 001 010. അപ്പൊ 1 2 3 4 വരെ വന്നു, 100. ദെൻ ഡൗൺ കൗണ്ടിങ് ആണ്, അപ്പൊ വീണ്ടും റിവേഴ്സ് ഓർഡറിൽ വന്നു. ഉണ്ടോ, ഇവിടെ 0 1 1 3 ആയി. അപ്പം 1 2 3 4 വരെ വന്നു, പിന്നെ 4 3 2 1 0 വരെ വന്നു. ദെൻ ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും സിഗ്നൽ ഹൈ ആക്കിയപ്പോൾ അപ്പ് ഓപ്പറേഷൻ ആയി. അപ്പൊ 7 കഴിഞ്ഞാൽ വീണ്ടും ഹൈയിലേക്കാണ് പോവുക, 0 1 2 3. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുന്നത് എപ്പോഴും LSB-യിലായിരിക്കണം. കണ്ടോ, ലാസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് MSB-നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വർക്കിംഗ് ഓഫ് 3-bit synchronous up or down counter. അതിന്റെ വർക്കിംഗ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്യാം, T ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് സമയം അത് അപ്വാർഡിൽ പോയി, ദെൻ ഡൗൺവാർഡിൽ പോയി. അതിന്റെ ഒരു ഇതാണ് പറയുന്നത്, എന്താണ് അപ്പ് ഓർ ഡൗൺ കൗണ്ട് ടൈമിംഗ് സിഗ്നൽസ് ഡയഗ്രാം ആണ് ഇവിടെ
വരച്ചിരിക്കുന്നത്. ഇപ്പോൾ these are about synchronous up or down counter. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു asynchronous കൗണ്ടും synchronous കൗണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ എന്താണ് കമ്പാരിസൺ? ഫസ്റ്റ് സർക്യൂട്ട് ലെവൽ കമ്പാരിസൺ നോക്കാം. എന്താണ്? ലോജിക് സർക്യൂട്ട് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കൗണ്ടർ സിമ്പിൾ ടു ഡിസൈൻ. അല്ല, ഇത് സിമ്പിൾ ആണ് അസിൻക്രണസ് ഡിസൈൻ ചെയ്യാൻ. കാരണം എന്താണ്? അസിൻക്രണസിൽ ഇൻപുട്ട് ഓൾവേസ് നമ്മൾ ഹൈ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്, വേറെ ഡിസൈനിങ് ഒന്നുമില്ല. ബട്ട് സിൻക്രണസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന് ഇൻപുട്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പൊ അത് നമ്മൾ എക്സൈറ്റേഷൻ ടേബിളും ട്രൂത്ത് ടേബിളും ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണം. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ടൈപ്പ് ഓഫ് കൗണ്ടർ ബിക്കംസ് ഡിഫിക്കൽട്ട് ആസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻക്രീസസ് ഇൻ ദി കൗണ്ടർ. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം, അതിനനുസരിച്ച് കൂടുതൽ ഡിസൈനിങ് ആവശ്യമുണ്ട്. ഇതിൽ പ്രോപ്പഗേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസിൻക്രണസ് കൗണ്ടറിൽ ഡിലേ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട് ആയിരിക്കും അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡ്രൈവ് ചെയ്യുക, അതിന്റെ ഔട്ട്പുട്ടാണ് തേർഡ് വണ്ണിനെ ഡ്രൈവ് ചെയ്യുക. അപ്പൊ അതിങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങനെ പാസ് ചെയ്ത് വരാൻ, ഇൻപുട്ട് ഇങ്ങനെ ജനറേറ്റ്, ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്തു, അത് അടുത്തതിനെ ഡ്രൈവ് ചെയ്തു, അങ്ങനെ ആ ഒരു പാസേജിങ് ടൈം വരുന്നുണ്ട്. ആ ഒരു പ്രോപ്പഗേഷൻ ഡിലേ അതുകൊണ്ട് കൂടുതലായിരിക്കും. അപ്പൊ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നോ അത് ഇൻറ്റു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിലേ, അല്ലെ? ടോട്ടൽ പ്രോപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ഡിലേ ഓഫ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെയാണെങ്കിലോ എറ്റ് എ ടൈം ഒരു ക്ലോക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് നോക്കി. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിലേ മാത്രമേ ഇതിന്റെ ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത് വരുന്നുള്ളൂ. അപ്പോൾ പ്രോപ്പഗേഷൻ ഡിലേ ഓഫ് ദിസ് കൗണ്ടർ ഈസ്, പ്രോപ്പഗേഷൻ ഡിലേ എന്ന് വെച്ചാൽ ഡിലേ ഓഫ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്ലസ് ഡിലേ ഓഫ് വൺ ഗേറ്റ്. എന്നാൽ ഗേറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഡിലേയും ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിലേ ഇതിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെയിം ഫോർ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്ലോക്ക് ഈസ് സെയിം ഫോർ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ക്ലോക്ക് ഈസ് ഡിഫറെന്റ് ഫോർ all flip flops. Okay, here comes some there's a difference. അതായത് നമുക്കറിയാം asynchronous കൗണ്ടറിൽ ഡിഫറെന്റ് ക്ലോക്ക് പൾസ് ആണ്, synchronous കൗണ്ടറിൽ ക്ലോക്ക് സെയിം ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ക്ലോക്ക് ഈസ് ഡിഫറെന്റ് ഫോർ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇവിടെയാണെങ്കിൽ ക്ലോക്ക് ഈസ് സെയിം ഫോർ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്. മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ലോ ആണ്, സിൻക്രണസിൽ ഹൈ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിൻക്രണസിൽ ഡിലേ വരുന്നത് കൊണ്ട് സ്ലോ ആണ്, സിൻക്രണസിൽ ഫാസ്റ്റ് ആയിരിക്കും. കമ്പോണൻസ് ഒക്കെ അസിൻക്രണസിൽ കുറച്ച് മതി, സിൻക്രണസിൽ മോർ. കോസ്റ്റ് ഇതിൽ ലെസ് ആണ്, ഇതിൽ മോർ ആണ്. ഡിസഡ്വാൻറ്റേജ് ഇതിൽ ഗ്ലിച്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ലോക്ക് ഔട്ട് കണ്ടീഷൻ. ഗ്ലിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈക്ക് പോലെ വരുന്ന ഒരു കേസാണ് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസിന് ഡിഫറെന്റ് ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്, സിൻക്രണസിൽ സെയിം ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെയിം ക്ലോക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡിലേ വരുന്നില്ല, അതുകൊണ്ട് ഡിവൈസ് ഫാസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് DAC എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഡിജിറ്റൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അനലോഗ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ DAC ഈസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഡിജിറ്റൽ ഡാറ്റ ഇൻടു അനലോഗ് സിഗ്നൽ. ഡിജിറ്റൽ ഡാറ്റനെ അനലോഗ് ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് DAC നെ കുറിച്ചാണ് പഠിക്കേണ്ടത്, വെയ്റ്റഡ് റെസിസ്റ്റർ DAC ആൻഡ് R2R ലാഡർ DAC. നമ്മളുടെ ഡിജിറ്റൽ ബിറ്റ് അത് 1010 അങ്ങനെ എന്തെങ്കിലും ഡിജിറ്റൽ പാറ്റേണിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് വോൾട്ടേജ്, സപ്പോസ് ഒരു 4.6 വോൾട്ട് ഓർ 3.5 വോൾട്ട്, അങ്ങനെ ഒരു അനലോഗ് വോൾട്ടേജ് നമുക്ക് കിട്ടണം. അപ്പൊ അതിന് രണ്ട് ടൈപ്പ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC ഓർ ബൈനറി വെയ്റ്റഡ് DAC എന്ന് പറയും. But this circuit produces an analog output which is almost equal to digital input by using binary weighted resistors in the inverting adder circuit. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബൈനറി ഇൻപുട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ഷോർട്ട്, എ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC is called weighted resistor DAC. ഇതിനെ വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്നും പറയും, ബൈനറി വെയ്റ്റഡ് DAC എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് എ സർക്യൂട്ട് ഓഫ് എ 4-bit weighted resistor DAC. അപ്പൊ ഇതില് നമുക്ക് 4 ബിറ്റുള്ള ഒരു സിഗ്നലിന് ഒരു പാറ്റേണിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന DAC ആണ് ഇത്. ഇതിന് വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്ന് പറയാൻ കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിന് ഒരു സിമിലാരിറ്റി, ഒരു കണക്ഷൻ ഉണ്ട് ഇവ തമ്മിൽ. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ ഒരു ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചിരിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഓപ്പാമ്പ് എന്ന് പറയും. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സെമിസ്റ്ററിലാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതൊരു ആംപ്ലിഫയറിന്റെ നൊട്ടേഷൻ ആണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എഴുതിയിട്ട് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് മാർക്ക് ചെയ്യുക. ഇവിടെ A എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇതിന് നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ട്, പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ട്. ഇത് രണ്ടിലും നമുക്ക് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഒന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത സിഗ്നലിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് ടെർമിനലിനെ ഗ്രൗണ്ട് ചെയ്യാം. ദെൻ നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കണം നമ്മൾ നമ്മുടെ ഇൻപുട്ടിനെ അപ്ലൈ ചെയ്യുന്നത്. ദെൻ this is a output. Okay, then outputഉം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന്റെ ഇടയിൽ ഒരു
ഫീഡ്ബാക്ക് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഇതിനെ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. ഇത് ഗെയിന് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. ദെൻ ഇനി എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് നോക്കാം. നമുക്കറിയാം നമ്മുടെ പാറ്റേൺ ABCD എന്നാണെങ്കിൽ ഇതിന് LSB എന്ന് പറയും. VA is the LSB, VB second bit, VC third bit and VD is the fourth bit. ഓക്കെ, അപ്പൊ VA എന്ന് പറയുന്ന റെസിസ്റ്റർ MSB. ഓക്കെ, MSBയിലേക്ക് നമ്മൾ ഒരു വാല്യൂ കണക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ഒരു വാല്യൂ കൊടുക്കാം. അതിന് നേരെ ഡബിൾ ആയിരിക്കണം അടുത്ത ബിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഡബിൾ ആയിരിക്കണം തേർഡ് ബിറ്റിലേക്ക്, അതിന്റെ ഡബിൾ ആയിരിക്കണം ഫോർത്ത് ബിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ റെസിസ്റ്റൻസിലേക്ക് കൂടെ സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അപ്ലൈ ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യുക. ആ കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഈ നെഗറ്റീവ് ടെർമിനൽ പറയുന്ന പേരാണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ പറയുന്ന പേരാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഇവിടെ 4 ബിറ്റും 0 കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ 4 ബിറ്റ് 0 ആണെങ്കിൽ ഇതിലേക്ക് ഒന്നിലേക്കും സപ്ലൈ കറണ്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ 0 പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടെർമിനലും തമ്മിൽ എത്രയാണോ വോൾട്ടേജ് ഡിഫറൻസ് വരുന്നത് അതിനെ ആയിരിക്കും ആംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ഓൾറെഡി 0 വോൾട്ട് ആണ്. ഇനി ഈ പോയിന്റിൽ എത്ര കറണ്ട് വരുന്നുണ്ട് അല്ല എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, അപ്പൊ ഇത് തമ്മിൽ ഡിഫറൻസ് എത്രയാ നോക്കും. ആ ഡിഫറൻസ് ഇൻറ്റു ഗെയിൻ, അതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. ഗെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് RF ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് എന്ത് ഗെയിൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ 4 ബിറ്റും ഞാൻ 1 കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ്, ആ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു 5 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഇവിടെ 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്കൂടിയുള്ള കറണ്ട് എന്തായിരിക്കും 5 ഡിവൈഡ് ബൈ 1 കിലോ ഓം. ഇതിലേക്കൂടിയുള്ള കറണ്ട് 5 ഡിവൈഡ് ബൈ 2 കിലോ ഓം, 5 ബൈ 4 കിലോ ഓം, 5 ബൈ 8 കിലോ. അപ്പൊ അതായിരിക്കും ഇതിലേക്കൂടി വരുന്ന ടോട്ടൽ കറണ്ട്. ആ ടോട്ടൽ കറണ്ട് ഇവിടെ എത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിലേക്കൂടിയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പാമിന്റെ എന്ത് ഗെയിനിന്റെ ഇക്വേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണത്. ആദ്യം ഇതിന്റെ വർക്കിംഗ് പറയുന്നത് ഫോർ എ 4 ബിറ്റ് ബൈനറി നമ്പർ. ഒരു 4 ബിറ്റ് ബൈനറി നമ്പർ ആണെങ്കിൽ നമുക്കറിയാം എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 4 0 മുതൽ 4 1 വരെയുള്ള ഇടയ്ക്ക് ഒരുപാട് കോമ്പിനേഷൻസ് അല്ലെ. 16 0 to 15 വരെ നമ്മൾ എഴുതുന്നത് കൊണ്ട് 16 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. 0 0 0 0 to 1 1 1 1. If we make the weight of each input bit double with respect to other, we end up with an 8421 binary code ratio corresponding to this pattern. അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ MSBയിൽ യൂസ് ചെയ്ത വാല്യൂവിന്റെ ഡബിൾ ആയിരിക്കും അതിന്റെ തൊട്ടടുത്ത ബിറ്റിൽ, അതിന്റെ ഡബിൾ ആയിരിക്കും അതിനെയും തൊട്ടടുത്ത ബിറ്റിൽ. അപ്പൊ അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. ഇഫ് യു സെറ്റ് D ഇൻപുട്ട് റെസിസ്റ്റൻസ് അറ്റ് 1 കിലോ ഓം, C എന്തായിരിക്കും 2 ആയിരിക്കും, B 4 ആയിരിക്കും, A 8 ആയിരിക്കും. കണ്ടോ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആണ് പറയുന്നത്. നേരെ ഡബിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം എങ്ങനെയാണ്. അതിനു മുന്നേ ഈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തായിരുന്നു RF ഡിവൈഡ് ബൈ R1. ഇത് ഒരു പാത്തിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഒരു കറണ്ട് വരും. ആ കറണ്ടിനെ കൊണ്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഇക്വേഷൻ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇതിന് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ആണ്. അപ്പൊ ഗെയിൻ ഇസ് ഈക്വൽ ടു RF ഡിവൈഡ് ബൈ R1 ആണ്. ഫസ്റ്റ് നമ്മൾ VD അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും RF 1 ഡിവൈഡ് ബൈ 1 ആണ് ഇതിന്റെ ഗെയിൻ ഇൻറ്റു VD പ്ലസ് അടുത്തത് എന്തായിരിക്കും 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു VC പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു VB പ്ലസ് 1 ഡിവൈഡ് ബൈ 8 ഇൻറ്റു VA. കണ്ടോ, ഇതാണ് കോമൺ ഇക്വേഷൻ. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ 4 പാത്ത് ഉള്ളത് കൊണ്ട് 4 ടേംസ് വരും. ഒരു നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം, കാരണം നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന സിഗ്നലിനെ നേരെ റിവേഴ്സ് ആക്കിയിട്ടായിരിക്കും ഇവിടെ കിട്ടുക ഔട്ടിൽ. അതുകൊണ്ട് ഒരു നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് നമ്മൾ എല്ലാ RFന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. സോ RFലൊക്കെ 1K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇതിന്റെ വാല്യൂ എന്തായിരുന്നു MSBക്കായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത് ഹൈ റെസിസ്റ്റൻസ് വന്നിരുന്നത് അല്ല, LSBക്കാണ് ഹൈ റെസിസ്റ്റൻസ് അല്ലെ 8K ഉണ്ടോ. അപ്പൊ LSB ടേം ആയിട്ട് വരുന്നതിൽ 8, അതിന്റെ ഹാഫ് ഇവിടെ, അതിന്റെ ഹാഫ് LSB ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിലായിരിക്കണം 1K കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ 1 by 1 1 ആണ്. ഇത് 1 by 2 1 by 4 1 by 8 VD VC VB VA കണ്ടോ. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് V ഔട്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന പാറ്റേൺ എന്താണോ ആ വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി.
1000 എന്നുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ MSBക്ക് VAക്ക് 1 കൊടുക്കുക, VBക്ക് 0 കൊടുക്കുക, VC 0, VD 0. 1000 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ വോൾട്ടേജിന്റെ ആ വോൾട്ടേജ് ലെവൽ അവിടെ എഴുതണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു MSBയിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററിന് നേരെ ഹാഫ് ആയിരിക്കണം അടുത്തത്. അപ്പൊ വലിയൊരു ബിറ്റ് പാറ്റേൺ ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഓരോ ബിറ്റിനും ഹാഫ് ആക്കി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും അതിങ്ങനെ എന്താണ് പറയേണ്ടത്, അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അല്ലെ. സപ്പോസ് ഇതിപ്പോ 4 ബിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നമുക്ക് 8421 എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഒരു 32 ബിറ്റിന്റെ ഒക്കെ ആണെങ്കിലോ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് അവൈലബിൾ ആയിരിക്കില്ല. Okay, difference between the resistance values corresponding to LSB and MSB will increase as the number of bit present in the digital input increases. It is difficult to design more accurate resistors as number of bits present in the digital input increases. അല്ലേ, more accurate ആയിട്ടുള്ള resistors യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. So this is a case of weighted resistor DAC. നമ്മൾ കൊടുക്കുന്ന ബിറ്റ് പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടും. അവിടെ നമ്മളൊരു ഓപ്പാം ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് R2R ലാഡർ DAC. അപ്പൊ ഇതേ സർക്യൂട്ട് തന്നെ, ബട്ട് നമ്മൾ ഈ ഒരു വെയിറ്റഡ് പാറ്റേൺ യൂസ് ചെയ്യുന്നില്ല. അതായത് ഒന്നിന്റെ ഡബിൾ അടുത്ത റെസിസ്റ്റൻസ്, അതിന്റെ ഡബിൾ അടുത്തത്, അങ്ങനെ ആ ഒരു പാറ്റേൺ ഇല്ല. അത് യൂസ് ചെയ്യാതെ കോമൺ ആയിട്ട് R ഉം 2R ഉം വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. R2R ladder DAC overcomes the disadvantage of binary weighted DAC. As the name suggests, R2R ladder DAC produces an analog output, which is almost equal to binary input by using R2R. ഒരു അനലോഗ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ ഔട്ട്പുട്ട് അത് നമ്മൾ കൊടുത്തിരിക്കുന്ന സർക്യൂട്ടിന്റെ R2R ഒരു പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് R2R ladder നെറ്റ്വർക്ക്. അപ്പൊ ഇവിടെയും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പ്ലസ് ടെർമിനലിൽ ഗ്രൗണ്ട് അപ്ലൈ ചെയ്യാം. നെഗറ്റീവ് ടെർമിനലിലോ ഒരു ഫീഡ്ബാക്ക് ആദ്യം കൊടുക്കണം. ഇവിടെ 2R എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഫീഡ്ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ടോ R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ത്രൂ വന്നിട്ട് എന്താണ് 2R വെച്ചിട്ട് ബിറ്റ് പാറ്റേണിലേക്ക് കണക്ട് ചെയ്യാം. R വെച്ചിട്ട് ഒരു പോയിന്റ് എടുത്തു, അവിടുന്ന് 2R വെച്ചിട്ട് ഫസ്റ്റ് ബിറ്റിലേക്ക് കണക്ട് ചെയ്യാം. വീണ്ടും ഒരു റെസിസ്റ്റൻസ് വഴി വന്നിട്ട് 2R വെച്ചിട്ട് അടുത്ത ബിറ്റിലേക്ക് കണക്ട് ചെയ്യാം. വീണ്ടും ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം, 2R വെച്ചിട്ട് അടുത്ത ബിറ്റിലേക്ക് കണക്ട് ചെയ്യാം. ലാസ്റ്റ് 2R വെച്ചിട്ട് ഗ്രൗണ്ട് ചെയ്യാം. ദിസ് ഈസ് എ സർക്യൂട്ട് ഓഫ് R2R ലാഡർ നെറ്റ്വർക്ക്. അപ്പൊ ഇതിൽ നമ്മളിപ്പം സപ്പോസ് ഇതിലൊരു പാറ്റേൺ കൊടുക്കാണ്. B2 ആണ് MSB വിചാരിക്കും. B2, B1, B0. നമ്മൾ മൂന്നും 0 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ഗ്രൗണ്ടഡ് ആയി പോകും. എന്നിട്ടോ നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, R2R ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻപുട്ട് സിഗ്നൽസ്. മൂന്നും 1 ആണെങ്കിലോ ഇവിടെ നമ്മൾ ഈ 0 ആണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുക, 1 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. ഇവിടുത്തെ കണക്ഷൻ വരുന്നത് -VR എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലേക്കാണ് ഈ കണക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു വോൾട്ടേജ് കാരണം ഈ സർക്യൂട്ടിൽ എത്ര കറണ്ട് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, അങ്ങനെ ഓരോ ബിറ്റ് കാരണം എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, അതിന്റെയൊക്കെ സം ആയിരിക്കും ഇവിടെ വരുന്നത്. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ നെഗറ്റീവ് RF ഡിവൈഡ് ബൈ R അല്ലെ, 2R/R ഇൻറ്റു നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഇതിലെ ബിറ്റ് പാറ്റേൺ സപ്പോസ് ഇവിടെ നമ്മൾ 1 ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ 0 ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ 1 ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇക്വാലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുന്നു നോക്കുക, അതിനനുസരിച്ച് ഔട്ട്പുട്ടിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ 3-bit ബൈനറി പാറ്റേൺ B2, B1, B0. B2നെ നമുക്ക് MSB ആയിട്ടും B0നെ LSB ആയിട്ടും എടുക്കാം. കണ്ടോ, ഇതാണ് MSB, ഇതാണ് LSB. The digital switches shown in the figure connected to ground when corresponding input bits are 0 and connected to -VR when bits equal to 1. അപ്പം നമ്മളിവിടെ 1 ആണ് ബിറ്റിൽ കൊടുക്കുന്നതെങ്കിൽ അത് ഈ വോൾട്ടേജുമായിട്ട് കണക്ട് ആവും. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ആവും. അപ്പൊ അങ്ങനെ ആ ഒരു കണക്ഷൻ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ R2R നെറ്റ്വർക്കിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരാം. ഇതിന്റെ കറണ്ടിന്റെ പാസേജ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ രണ്ടെണ്ണം സീരീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സീരീസ് ആയിട്ട് പാരലായിട്ട് എടുത്തു, അത് ഇതുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഇതുമായിട്ട് പാരലായി, ഇതുമായിട്ട് സീരീസ് ആയി, ഇതുമായിട്ട് പാരലായി. ആ ഒരു പാറ്റേണിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരാം. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 0 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം, ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ വോൾട്ടേജസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് R2R എന്ന് പറയുന്ന രണ്ട് വാല്യൂ റെസിസ്റ്റർ യൂസ് ചെയ്താൽ മതി. സപ്പോസ് R 1K ആണെങ്കിൽ 2R എന്താണ് 2K ആണ്.
അപ്പോൾ എവിടെയും നമുക്ക് ഈ ഒരു 2 വാല്യൂസ് മാത്രമേ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ നേരത്തെ കണ്ട DAC ഉണ്ട്. എന്തായിരുന്നു അത്? ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC. അതിൽ നമ്മൾ എത്ര ബിറ്റ്സ് യൂസ് ചെയ്യുന്നു അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് R ഉം 2R ഉം മാത്രം മതി. If more number of bits are present in the digital circuit, then we have to include a required number of R2R sections additionally. അപ്പോൾ വലിയ ബിറ്റ് പാറ്റേൺ ആണെങ്കിൽ അത്രയും R2R നെറ്റ്വർക്ക്സ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ these are about R2R ladder DAC. അപ്പോൾ this is the output diagram of DAC. അപ്പോൾ ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. This is അനലോഗ് ഔട്ട്പുട്ട്. ഓക്കെ, ഡിജിറ്റലിന്റെ ഒരു ഇൻപുട്ട് പാറ്റേൺ, സപ്പോസ് നമ്മൾ 001 എന്ന് പറയുന്ന നമ്പറാണ് കൊടുക്കുന്നത്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് നമ്പർ 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സർക്യൂട്ട് ത്രൂ നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയില്ല. സപ്പോസ് ഒരു 0.3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ 0.3 മാർക്ക് ചെയ്യാം. ഇനി 2ന് എത്ര വോൾട്ട് കിട്ടി, 3ക്ക് എത്ര വോൾട്ട് കിട്ടി. സപ്പോസ് 8 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തപ്പോൾ നമുക്കിവിടെ ഒരു 1.8 വോൾട്ടാണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 1.7 വോൾട്ട് ആണെങ്കിൽ 8ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അനലോഗ് വോൾട്ട് എത്രയാണ് അത് മാർക്ക് ചെയ്യാം. അങ്ങനെ ഇതൊരു പെർട്ടിക്കുലർ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ വരും. ഇവിടെ ഒരു സ്റ്റെപ്പ് സൈസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും എന്ത് കിട്ടുക, DACയുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. 4 ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ടും അനലോഗ് സിഗ്നലിന്റെ വോൾട്ടേജ്. ഇപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ട് ആൻഡ് അനലോഗ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഈസ് DAC സ്പെസിഫിക്കേഷൻസ്. ഓരോ DACക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ ആണ്. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസൊല്യൂഷൻ ഓഫ് എ DAC ഓർ എൻ ADC എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ ഫൈൻലി ഇറ്റ്സ് ഔട്ട്പുട്ട് മേ ചേഞ്ച് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ബൈനറി സ്റ്റെപ്സ്. അതായത് എത്ര ഫൈൻലി നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഇൻപുട്ട് വാരി ചെയ്യുന്നതാണ്. സപ്പോസ് ഞാൻ 110 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് എനിക്കൊരു അനലോഗ് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ അടുത്ത സെക്കൻഡ് ഞാൻ 110 മാറ്റി 111 ആക്കി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഹൗ ഫൈൻലി ഇറ്റ്സ് ഔട്ട്പുട്ട് മേ ചേഞ്ച് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ബൈനറി സ്റ്റെപ്സ്. ഇതുപോലത്തെ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് എത്ര ഫൈനായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ. ഇതൊരു 8 ബിറ്റ് DACന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏകദേശം ഇത്ര വരും റെസൊല്യൂഷൻ. നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2⁻n−1 ഇൻറ്റു ഡിജിറ്റൽ നമ്പർ ഇൻപുട്ട്. ഇവിടെ n ഉദ്ദേശിക്കുന്നത് എത്ര ബിറ്റ് DAC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് n കൊടുക്കാം. 4 ബിറ്റ് ആണെങ്കിൽ n ന് 4 കൊടുക്കാം. എന്നിട്ടോ അതിലൊരു ഡിജിറ്റൽ നമ്പർ ഇൻപുട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് നമ്പർ ഓഫ് ബിറ്റ്സിന്റെ n എന്ന് എഴുതാം. n 4 ആണെന്ന് വിചാരിക്കേ. എത്ര കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? 2⁻n 16 കോഡിനെ ജനറേറ്റ് ചെയ്യും. നമ്പർ ഓഫ് എത്ര സ്റ്റെപ്സ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വെച്ചാൽ 2⁻n−1 ആണ്, 15. പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ 1/2⁻n−1 ആണ്. അപ്പോൾ 1/15 ആണ് എന്ത് പറയുന്നത്, പെർസെൻറ്റേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ, 1/2⁻n−1. അതിൽ സ്റ്റെപ്പ് സൈസ് ചോദിച്ചിട്ടെങ്കിൽ അതിന്റെ കൂടെ റെഫറൻസ് വോൾട്ടേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. റെഫറൻസ് വോൾട്ടേജിനെ നമ്മൾ 5 വോൾട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്യുറസി ആണ്. ആക്യുറസി എന്ന് വെച്ചാൽ ഹൗ ക്ലോസ് എ റിപ്പോർട്ടഡ് മെഷർമെന്റ് ഈസ് ടു ദി ട്രൂ വാല്യൂ ബീങ് മെഷേർഡ്. നമ്മുടെ ട്രൂ വാല്യൂ ആയിട്ട് എത്ര ക്ലോസിലാണ്, അതിനാണ് എന്ത് പറയുന്നത്, ആക്യുറസി എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. എത്ര സ്മോൾ ആയിട്ടുള്ള ചേഞ്ചിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഒരു 0.1നെ നമുക്ക് മെഷർ ചെയ്യാൻ വന്നു, ഒരു 0.01 എത്തിയപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ 0.1നെയാണ് എന്ത് അതിന്റെ റെസൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആക്യുറസിന്റെ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരച്ചതെന്ന് മാത്രം. ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ലൈൻ തന്നെയാണിത്. അപ്പം കുറച്ചൊരു ഡീവിയേഷൻ വരും നമ്മുടെ ഒറിജിനൽ വാല്യൂക്ക്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഇത് ആക്ച്വൽ റെസ്പോൺസ് ആണ്, ഇത് ഐഡിയൽ റെസ്പോൺസ് ആണ്. അപ്പൊ ഈ വരുന്ന ഒരു ഡീവിയേഷൻ ഇതിന്റെ ഒരു എറർ ആയിട്ട് വരും അല്ലെ. അപ്പൊ എത്ര ക്ലോസ് ആണ് ഇതുമായിട്ട്, അപ്പൊ അത്രയും ഹൈലി ആക്യുറേറ്റഡ് ആയിരിക്കും അത്. നെക്സ്റ്റ് സെറ്റിലിംഗ് ടൈം ഓഫ് DAC. സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇന്റർവൽ ബിറ്റ്വീൻ എ കമാൻഡ് ടു അപ്ഡേറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വാല്യൂ ആൻഡ് ദി ഇൻസ്റ്റന്റ് ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ വിത്ത് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ്. അത് ഔട്ട്പുട്ട് വാല്യൂ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്താൻ എടുക്കുന്ന ആ ഒരു ടൈം. Settling time is affected by the slew rate of an output amplifier and by the amount of amplifier ringing and signal overshoot. നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പാംസിന്റെ ഇതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് അല്ല, സ്ലൂ റേറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് സെറ്റിലിംഗ് ടൈം. ടൈം ഇൻ വിച്ച് DAC ഔട്ട്പുട്ട് സെറ്റിൽസ് അറ്റ് ദ ഡിസൈർഡ് ±½ VLs. ഫാസ്റ്റർ DACs ഡിക്രീസ് ദ സെറ്റിലിംഗ് ടൈം. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് സെറ്റിലായിട്ട് വരാൻ എടുക്കുന്ന ഒരു ടൈം. ഈ സെറ്റിലായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്,
നമ്മുടെ LSBന്റെ വാല്യൂ എന്താണോ അതിന്റെ പ്ലസ് ഓർ മൈനസ് ഹാഫ് അതിനുള്ളിലേക്ക് ഔട്ട്പുട്ട് വന്ന് വരണം. അതിനെടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്ത് പറയുന്നത്? സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഒരു പ്ലസ് മൈനസ് ഹാഫ് LSBനുള്ളിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലെ? അപ്പോൾ 0 മുതൽ ഇവിടം വരെയുള്ള ഈ ടൈം ഇതിനാണ് എന്ത് പറയുന്നത്? സെറ്റിലിംഗ് ടൈം. അപ്പോൾ these are about today's class. Okay, now we can stop the class. Thank you.